കൊടുങ്ങല്ലൂരിനടുത്ത് കോട്ടപ്പുറത്തിൻ്റെ പ്രകൃതിയെ ശാന്തമായി തലോടിക്കൊണ്ട് ഒഴുകി നീങ്ങുന്ന പെരിയാറിൻ്റെ ഓളങ്ങൾ പോലെ ആലംബഹീനരായ അനേകർക്ക് ആശ്വാസമേകുന്ന കാരുണ്യ ദൗത്യമേറ്റെടുത്ത ഒരു കുടുംബത്തിൻ്റെ നന്മയുടെ ചില ചിത്രങ്ങളാണ് നാം ഇനി കാണുന്നത്. ഇത് കോട്ടപ്പുറത്തിനടുത്ത് വലിയ പണിക്കൻ തുരുത്തിലെ താണിയത്ത് കുടുംബം തങ്ങളുടെ 11 മക്കളുടെ ഹൃദയത്തിലേക്കും നന്മയുടെ ഉറവ പകർന്നു നൽകിയ താണിയത്ത് ഔസോ വിരോണി ദമ്പതികളുടെ ഹൃദയത്തിൽ വിരിഞ്ഞ കാരുണ്യത്തിൻ്റെ പൂന്തോട്ടം. ഇത് ഇവരുടെ 4ാമത്തെ മകനായ ഫാദർ വർഗീസ് താണിയത്ത്, ഓസ്ട്രിയയിലെ ഫെർഡകിർഹ് രൂപതയിലെ വൈദികൻ. തൻ്റെ ഇടവകകളിലെ നിരവധിയായ വ്യക്തികളെ സഹകരിപ്പിച്ചുകൊണ്ട് സ്വരൂപിക്കുന്ന തുകകൾ കൊണ്ട് തൃശൂർ, എറണാകുളം ജില്ലകളിലായി ഇന്നോളം 1735 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. വർഗീസ് അച്ഛൻ്റെ അനുജനും വൈദികനുമായ ഫ്രാൻസിസ് അച്ഛനും മറ്റ് സഹോദരങ്ങളുമാണ് ഈ വലിയ ഉദ്യമത്തിൻ്റെ ഇവിടുത്തെ മേൽനോട്ടക്കാർ. താണിയത്ത് വർഗീസ് അച്ഛൻ്റെ പേരിൽ ഇവരാരംഭിച്ച ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അനേകർക്ക് തണലാകുന്ന തലചായ്ക്കാനൊരിടം എന്ന ഈ പദ്ധതിയെക്കുറിച്ചും വർഗീസ് അച്ഛൻ പങ്കുവയ്ക്കുന്നു. വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് ദാഹജലം, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം, അനാഥരെയും വിധവകൾക്കും സംരക്ഷണം നൽകുക. മാതാപിതാക്കൾ പിച്ചുവെച്ച കാലം മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഓതിത്തന്ന ദൈവവാക്യങ്ങളായിരുന്നു. അവർ നൽകിയ വചനം മാത്രമായിരുന്നില്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. പണ്ടൊക്കെ ഞാൻ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ താമസിച്ച തിരുത്തിപ്പുറത്ത് എല്ലാ വർഷവും വെള്ളപ്പൊക്കമുണ്ടാകുമായിരുന്നു. അപ്രകാരം വെള്ളപ്പൊക്കമുള്ള സമയത്ത് പലർക്കും തന്നെ തൊഴിലുണ്ടാകുകയില്ല, പലർക്കും ഭക്ഷണം കഴിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പോഴൊക്കെ അപ്പൻ അങ്ങ് അകലെ നിന്ന് ലോറിക്ക് കപ്പയും അരിയും കൊണ്ടുവന്ന് അവിടെ ദാനമായി വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ആ വേദവാക്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തമാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ മനസ്സിലും എന്നും നിലനിന്നിരുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു വൈദ്യനായി തീരണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വൈദ്യനായി തീർന്നാൽ ദൈവം എനിക്ക് നൽകുന്ന അവസരങ്ങൾ നന്മ ചെയ്യുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന യാഥാർത്ഥ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തിയോളജി പഠനത്തിന് വേണ്ടി ഞാൻ യൂറോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഒരു അനാഥനായിരുന്നു. അവരെന്നെ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിച്ചു. എനിക്ക് വിശന്നപ്പോൾ അവർ ഭക്ഷണം നൽകി, ദാഹിച്ചപ്പോൾ ദാഹജലം നൽകി. എന്നെ അവർ പഠിപ്പിച്ചു. ദാനമായി ലഭിച്ചത് ദാനമായി മറ്റുള്ളവർക്ക് നൽകണം എന്നത് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈദിക പട്ടം സ്വീകരിച്ചപ്പോൾ സാധാരണ നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹ സമയത്ത് നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. അവർക്കറിയാമായിരുന്നു ഞാൻ വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോരും, ഇവിടെ എൻ്റെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന്. അവർ എനിക്ക് സമ്മാനമായിട്ട് നൽകിയത് പണമായിരുന്നു. പലരും തന്നെ എനിക്കൊരു ഫ്യൂച്ചർ, ഒരു ആരംഭം കുറിക്കുന്നതിന് വേണ്ടി പണം നൽകി എന്നെ സഹായിച്ചു. അവർ നൽകിയ ആ പട്ട സമയത്ത് നൽകിയ സമ്മാനങ്ങൾ തുകയും, അതുപോലെ തന്നെ ഞാനിവിടെ തിയോളജി പഠിച്ചിരുന്നപ്പോൾ പുറത്തുപോയി സോഷ്യൽ വർക്ക് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു അവധി സമയത്ത്. അപ്പോഴെല്ലാം കിട്ടിയ പണവും എല്ലാം കൂടി എൻ്റെ കൈവശം ഏതാണ്ട് 25,000 രൂപ ഉണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ചാത്തിയത്ത് പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കെ ഒരിക്കൽ ഒരു ഞായറാഴ്ച 3 കുർബാനയും 11 മാമോദിസം കഴിഞ്ഞ് അല്പം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. വാൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു കൈക്കുഞ്ഞും അതുപോലെ തന്നെ 2-3 വയസ്സുള്ള ഒരു
കൊച്ചുകുട്ടിയൊത്ത് എൻ്റെ മുറിയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് പാർക്കാനായിട്ടൊരു പാർപ്പിടമില്ല, അച്ഛൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സന്ദർശിക്കാം, വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. പിറ്റേ ദിവസം ഞാൻ അവരുടെ ഭവനം സന്ദർശിച്ചു. 6 അംഗങ്ങളുള്ള ആ കുടുംബം താമസിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറുള്ള ഒരു കുടിലിലായിരുന്നു. അന്ന് മഴ പെയ്തിരുന്നെങ്കിൽ ഞാൻ ആ കുടിലിനകത്ത് കുട നിവർത്തണമായിരുന്നു. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, ഇവർക്ക് ഒരു ഭവനം പണിത് കൊടുക്കുവാനായിട്ട്. കാരണം 6 വർഷക്കാലം യൂറോപ്യൻസ്, എന്നെ അറിയാത്തവർ എന്നോട് കാണിച്ച സ്നേഹവും മമതയും ആ വാത്സല്യവും അതുപോലെ തന്നെ അവരുടെ സഹായവും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ദാനമായി നൽകിയത് ദാനമായി മറ്റുള്ളവർക്ക് നൽകുക എന്ന യാഥാർത്ഥ്യം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. ഞാൻ പെട്ടെന്ന് അവരോട് ആലോചിക്കാതെ നിങ്ങൾക്ക് ഞാൻ ഒരു ഭവനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു. അവരുടെ കുടിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളും ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത്. അന്ന് വെള്ളം കയറി കുടിൽ മുങ്ങി. അന്ന് അമ്മ പറഞ്ഞു, മകനെ, നിനക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയൊരു ദാനപ്രവൃത്തി ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരിക്കുമെന്ന്. ആ ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നു. ഞാൻ അപ്പനോട് ചെന്ന് കാര്യം പറഞ്ഞു, അപ്പോൾ നമുക്കൊരു ഭവനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവരവസ്ഥ കണ്ടില്ലേ. അപ്പോഴും അമ്മ പറഞ്ഞ അതേ വാക്യം തന്നെ അപ്പനും എന്നോട് പറഞ്ഞു, മകനെ, നിനക്ക് ഒത്തിരി പേരെ അറിയാമല്ലോ, യൂറോപ്പിലെല്ലാം പോയി പഠിച്ചതല്ലേ, നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദാനപ്രവൃത്തി അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അവർക്ക് വാക്ക് കൊടുത്തു, എവിടെ നിന്ന് പണം, എങ്ങനെ വീട് ഉണ്ടാക്കി കൊടുക്കും. അവർ നൽകിയ, യൂറോപ്യൻസ് നൽകിയ ആ സമ്മാനത്തുക 25,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഒരു ബൈക്ക്, ഒരു ബുള്ളറ്റ് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനതിന് ഓർഡർ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ പണം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. ഞാൻ വിചാരിച്ചു, ബൈക്ക് വേണ്ട, ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക. അപ്രകാരം മാതാപിതാക്കൾ നമുക്ക് ജീവിതത്തിൽ പറന്നിറങ്ങിയ ആ നന്മ ചെയ്യുക എന്നതിൻ്റെ ആ നല്ല മനസ്സ് എൻ്റെ മനസ്സിൽ ഉരുത്തിരിയുകയും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് പണിയാൻ, ഇവർക്കൊരു ഉണ്ടാക്കി കൊടുക്കുവാനും ഞാൻ തീരുമാനിച്ചു. ഞാൻ പൈസ അപ്പൻ്റെ പക്കൽ കൊടുത്തു. അപ്പൻ അതിൽ നിന്ന് ഏതാണ്ട് 15,000 രൂപ കൊണ്ട് ഒരു ചെറിയൊരു വീടിന് ആരംഭം കുറിച്ചു. പക്ഷേ ആ വീട് പണി തീർന്നപ്പോൾ ആ 25,000 രൂപയും തീർന്നു. ഈ വാർത്ത എല്ലാവർക്കും പരന്ന് ഒരു കാട്ടുതീ പോലെ. യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന വർഗീസ് അച്ഛൻ്റെ പക്കൽ ഒത്തിരി പൈസയുണ്ട്. ആ അച്ഛൻ ആ പാവപ്പെട്ടവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു. പിറ്റേ ദിവസം മുതൽ അപേക്ഷയുമായി പലരും എന്നെ സമീപിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന്, ഞാൻ പഠിച്ച സ്ഥലത്ത് നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഓസ്ട്രിയയിൽ നിന്ന് 2 പേർ എന്നെ കാണാൻ വന്നിരുന്നു. അവരെന്നോട് തമാശ രൂപേണ പറഞ്ഞു, അച്ചോ, അച്ഛൻ ബൈക്കിന് വന്ന് ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അച്ഛൻ്റെ ബൈക്ക് അവിടെ, ഞങ്ങൾക്കിവിടെ ഒരു റൗണ്ട് ഒന്ന് എടുക്കണം, അച്ഛൻ്റെ ബൈക്കൊന്ന് തരണം. അപ്പോഴാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ വീട് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ ബൈക്ക് എന്ന് അവരോട് പറഞ്ഞു. അവരാകട്ടെ അന്ന് നമ്മുടെ കേരളത്തിൽ, അതുപോലെ ഡൽഹി, ആഗ്ര ഇവിടെ സന്ദർശിച്ചപ്പെടുത്ത സ്ലൈഡ്സ്, അത് യൂറോപ്പിൽ എൻ്റെ ഇടവക ഹോയനംസിൽ കൊണ്ടുപോയി എല്ലാ ഇടവകക്കാരും വിളിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അച്ഛൻ ആ ബൈക്കിന് പകരം ഒരു പാവപ്പെട്ടൊരു വീട് പണിത് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് അച്ഛന് ബൈക്കിനുള്ള പൈസ എങ്ങനെയാലും ഉണ്ടാക്കി കൊടുക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ നൽകുകയാണെങ്കിൽ നിനക്ക് വളരെ വിതുമ്പത്തുളുമ്പുമാറ് ദൈവം തിരിച്ചു നൽകും എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ആ എന്നെ കാണാൻ വന്നവർ അവിടെ ചെന്നപ്പോൾ സ്ലൈഡ്സ് കാണിച്ചുകൊണ്ട് ശേഖരിച്ച പണം എനിക്ക് അയച്ചു തന്നു. ഒരു ബൈക്കിന് പകരം 3 ബൈക്ക് വാങ്ങുവാനുള്ള 75,000 രൂപ അയച്ചു തന്നു. ഞാൻ ആ പൈസ കൊണ്ട് വീടുകളുടെ പണി ആരംഭിച്ചു. അപ്പൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പനും സഹോദരന്മാരും കൂടി മറ്റുള്ളവർക്ക് വീണ്ടും വീട് പണികൾ ആരംഭിച്ചു. ആ പൈസ കൊണ്ട് പല വീടുകളും പണിതു. ചിലർക്കൊക്കെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത്. പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പകർന്നു കിട്ടിയ കാരുണ്യത്തിൻ്റെ ദീപവുമായി ഈ സഹോദരങ്ങൾ ഇത് ഒരു സുവിശേഷ ശുശ്രൂഷയായി ഏറ്റെടുക്കുന്നു.
അർഹരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർമ്മാണ കാര്യങ്ങൾ എല്ലാം ഇവർ ഒന്നായി ചെയ്തു കൊടുക്കുന്നു. സഹോദരങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇവിടെ ഓരോ ഭവനങ്ങളായി ഉയർന്നുവരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ ഞാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ ഈ വാഗ്ദാനം തീർച്ചയായും അത് നിറവേറ്റുക അത് സഭയുടെ കടമയാണ്. സഭയിലൊരു പുരോഹിതനായി അവരോധിതനായ എനിക്ക് കർത്താവായ യേശുവിൻ്റെ ഈ വാഗ്ദാനങ്ങളോട് പരിപൂർണമായ വിശ്വസ്തത പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും ശോഭനമായ ഒരു മാർഗമാണ് എൻ്റെ സഹോദരൻ ഫാദർ വർഗീസ് താണിയത്ത് എനിക്ക് കാണിച്ചു തന്നത്. തീർച്ചയായും ഓരോ പ്രഭാതത്തിലും കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഉണരുമ്പോൾ ഒരു നെയ്ത്തിരിയായി ജ്വലിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കാഴ്ച ഞങ്ങളിൽ ഉണർത്തിയ ആത്മീയമായ നിർവൃതി അത് ഇന്നും ആനന്ദത്തോടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നത് കർത്താവായ യേശുവിൻ്റെ കാരുണ്യപ്രവർത്തനങ്ങളിൽ സർവ സമർപ്പിച്ചുകൊണ്ട് പങ്കുചേരുന്നത് കൊണ്ടാണ്. വർഗീസച്ചൻ്റെ ഈ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു സാക്ഷ്യമായി കാണുവാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ വൈദികനായതിനു ശേഷമാണ്. 1990 ഞാൻ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ 10 വർഷത്തോളം ഞാൻ ഇക്കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഇടവകകളുടെ ചുമതലയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഞാൻ പലപ്പോഴും പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ കൂടുതൽ അറിയുകയും ഇതിനേക്കാൾ ശോഭനമായൊരു കാരുണ്യപ്രവൃത്തി നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളിൽ സാധ്യതകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുകയില്ല എന്നും മനസ്സിലാക്കി. തുടർന്ന് അച്ഛൻ്റെ അനുവാദത്തോടുകൂടി തന്നെ അച്ഛൻ്റെ പേരിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിച്ചു. ആ ട്രസ്റ്റിൽ എൻ്റെ സഹോദരങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും പങ്കാളികളാണ്. ഞാനതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവുമാണ്. ഡയറക്ടറായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നു. ജോസ് ചേട്ടനാണ് അതിൻ്റെ ചെയർമാൻ. മറ്റുള്ള സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറെ സഹായിക്കുന്നു. തീർച്ചയായും കാരുണ്യപ്രവർത്തികൾ കർത്താവായ യേശുവിൻ്റെ അതൊരു വാഗ്ദാനം, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണമായ സമർപ്പണം നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ സഹോദരങ്ങൾ 11 മക്കളാണ് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകിയത്. എല്ലാവരും തന്നെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. 2 പേര് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ കുടുംബങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തുന്നു. മറ്റു 2 പേര് അവരെ വിലയിരുത്തുന്നു. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടെ സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു സഹോദരൻ ഈ വീടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഇഷ്ടിക, കട്ടിള, അതുപോലെ ജനൽ, ഇതെല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച ഒരു കുടുംബമായി നിന്നുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2000 FCRA നിയമപ്രകാരം ഞങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ സർക്കാരിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണയും അംഗീകാരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഓരോ വർഷവും 40, 50, 60 ഒരു വർഷം ഞങ്ങൾ കോട്ടപ്പുറം രൂപതയിൽ ദിവ്യകാരുണ്യ വർഷം പ്രമാണിച്ച് 50 വീടുകൾ പണിത്. കോട്ടപ്പുറം രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് 50 വീടുകൾ പണിത്. അതുപോലെ ഓരോ വർഷവും 50, 60 ഈ വർഷം ഞങ്ങൾ 60 വീടുകൾ പണിത് തീർത്തു. ഇപ്പോൾ ഈ വർഷം 10 വീടുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് അത് പൂർത്തീകരിക്കുകയാണ്. കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെ അതിർത്തിയിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും, അർഹരായിട്ടുള്ള എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ ഈ പ്രൊജക്റ്റിൽ പങ്കുചേരുവാനായിട്ട് അവകാശമുണ്ട്, അർഹതയുണ്ട്. അപേക്ഷകളൊക്കെ പരിഗണിക്കുമ്പോൾ ആര് എന്ത് എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഏറ്റവും അർഹരായി ഞങ്ങളുടെ മുമ്പിൽ വന്നെത്തുന്ന വ്യക്തികളെ തന്നെ തിരഞ്ഞെടുത്ത് ഈ വീടുകൾ നൽകുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഭവനങ്ങളുടെ പണിയുടെ ഓരോ ഘട്ടത്തിലും ഇവർ ഇതിൽ പങ്കുചേരുന്നു. മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച പുണ്യങ്ങൾ എല്ലാം ഇവർക്ക് ശക്തിയും ബലവും നൽകുന്നു. ഇന്നോളം പണിതു നൽകിയ 1735 ഭവനങ്ങളുടെ പിന്നിലും ഈ സഹോദരങ്ങളുടെ അധ്വാനം ഉൾച്ചേരുന്നു. ഞങ്ങളുടെ പിതാവിൽ നിന്നും പൈതൃകമായി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കൂട്ടുകുടുംബം. ഞങ്ങളുടെ കൊച്ചുനാളിൽ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ ചാരയിരുത്തി അപ്പൻ്റെ പ്ലേറ്റിൽ നിന്ന് ചോറ് വാരി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വായിൽ വെച്ച് തരുമായിരുന്നു.
അത് കണ്ട് ശീലിച്ച ഞങ്ങൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോരുന്നു. ഇപ്പോൾ തന്നെ ഒരു ക്രിസ്മസ് ആയാലും ഒരു ഈസ്റ്റർ ആയാലും അപ്പൻ ഭക്ഷണം ഒരുക്കി ഞങ്ങളെ എല്ലാ മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയും ഒരുമിച്ച് വിളിക്കും. സമൃദ്ധമായി ഭക്ഷണം തന്ന് സന്തോഷിച്ച മുഖത്തോടെ അപ്പൻ ഞങ്ങളെല്ലാവരെയും ടാറ്റ പറഞ്ഞ് യാത്ര അയക്കും. ആ ഒരു കൂട്ടായ്മ ഇന്നും ഞങ്ങൾ നിലനിർത്തി പോകുന്നു. അപ്പൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടത്, അപ്പൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ മക്കൾക്കും അറിയാം. ആ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ പ്രവൃത്തിയിലും കൊണ്ടു നടക്കുന്നത്. ഒരു സഹോദരൻ ട്രസ്റ്റിൻ്റെ ആവശ്യമായ ഇഷ്ടിക, കട്ടള, ജനലെല്ലാം പിടിക്കുമ്പോൾ അടുത്ത 2 സഹോദരന്മാരെ നമ്മൾ വീട് പണിത് കൊടുക്കുന്ന ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിന് ശുഷ്കാന്തി കാണിക്കുന്നു. അവരുടെ സാമ്പത്തിക സ്രോതസ്സ് അവർക്ക് നമ്മൾ എത്രത്തോളം അർഹതമാണെന്ന് കാണുന്നത് ആ 2 സഹോദരന്മാരാണ്. ബാക്കിയുള്ള 2 സഹോദരങ്ങൾ ആ വർക്ക് നോക്കി നടത്താനായിട്ട്, അത് വാരം കോരാനായിട്ട്, നമ്മൾ കൊടുത്തേക്കുന്ന അളവ് ശരിയാണെന്ന് നോക്കാനായിട്ട്, പണിക്കാരെ നിർത്താനായിട്ട് എല്ലാം അങ്ങനെ വരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് വാരം കോരുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്നത് തുടങ്ങി വാരം കോരുന്നത്, കട്ടള വെക്കുന്നത്, അതിൻ്റെ മുകളിലോട്ട് ഇഷ്ടി കെട്ടുന്നത്, കമ്പി കെട്ടുന്നത്, വാർക്കുന്നത്, അവസാനം അതിൽ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ആ താക്കോൽ കൈമാറുന്നത് വരെ ഞങ്ങൾ എല്ലാ സഹോദരന്മാരുടെയും കൈ അതിനകത്ത് ചെന്നിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു സഹോദരൻ്റെ കൈ ഒരു ഇഷ്ടികയിലോ ഒരു സിമെൻറ്റിലോ ഇടാത്ത ഒരു ദിവസമുണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വേർപ്പ് ആരംഭം തുടങ്ങിയാൽ പെയിൻറ്റ് ചെയ്ത് ആ താക്കോൽ കൈമാറുന്നത് വരെ ഞങ്ങളുടെ എല്ലാവരുടെയും മേൽനോട്ടത്തിൽ ആ വീടിൻ്റെ പണി തീരുമ്പോൾ സ്വസ്ഥമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ തൃപ്തി, ഒരുത്തിന് കൂടി വീട് നൽകി അവന് അതിനകത്ത് പാർപ്പിക്കാൻ പറ്റിയല്ല എന്നുള്ള ഏറ്റവും വലിയൊരിത്, ആ അനുഗ്രഹം ഞങ്ങൾക്ക് പിതാവിൽ നിന്ന് ലഭിച്ച ഞങ്ങളുടെ ആ കൂട്ടുകുടുംബത്തിൻ്റെ ആ കൂട്ടായ്മയിൽ എന്നും ഞങ്ങൾ നിലനിന്ന് പോകുന്നു. ഡിസംബർ 26 ഇന്ത്യയുടെ തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരമാലയിൽ തകർന്നടിഞ്ഞ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജില്ലയിൽ ഓസ്ട്രിയ ഗവൺമെൻറ് ഏറ്റെടുത്തു നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ചത് ബഹുമാനപ്പെട്ട വർഗീസ് താണിയത്തച്ഛനായിരുന്നു. 1000 വീടുകളും നിരവധി വഞ്ചികളും കാറ്റമരാനും സ്കൂളുകളും ആശുപത്രികളും റോഡുകളുമെല്ലാം കാരിത്താസുമായി സഹകരിച്ചുകൊണ്ട് കോട്ടാർ രൂപതയിൽ ഇവർ നിർമ്മിച്ചു നൽകി. കരുണയുടെ വർഷം കഴിയുമ്പോഴും കരുണയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഈ രൂപതയിൽ ഒരു കുടുംബത്തിൻ്റെ കരുണ പ്രവൃത്തി വളരെയധികം ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും പ്രകാശിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഒരു കുടുംബത്തിലെ 2 അച്ഛന്മാർ ഇതിനുവേണ്ടി അക്ഷീണ പരിശ്രമം നടത്തിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇതിനകം 1735 വീടുകൾ ഈ രൂപതയിലും ഇതിന് പരിസരങ്ങളിലും ജാതിമതഭേദമന്യേ ചെയ്തു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് അച്ഛനും വർഗീസ് അച്ഛനും അതേ സഹോദരങ്ങളും ഒന്നു ചേർന്നാണ് ഇതിന് മുൻകൈ എടുക്കുന്നതും നേതൃത്വം നൽകുന്നതും. ഓരോ കുടുംബത്തെയും കണ്ടുപിടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനം ദൈവത്തിൻ്റെ അനുഭവം എല്ലാവർക്കും നൽകുന്ന അനുഗ്രഹങ്ങളായിട്ട് തീരുകയാണ്. ഒരു ഭവനത്തിന് താമസിക്കാവുന്ന ഇടവും അതിനോടുള്ള സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണല്ലോ. ഇതിന് കാരണമാക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെയും വർഗീസ് അച്ഛനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവവിളികളാൽ സമ്പന്നമായ ഒരു കുടുംബം. ഇറ്റലിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ മഗ്ദലേന, സെക്കന്ദ്രാബാദിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ കാർമലിൻ, ഒത്തൊരുമയുടെ, പങ്കുവയ്ക്കലിൻ്റെ, കാരുണ്യത്തിൻ്റെ,
കുടുംബ കൂട്ടായ്മ. അതാണ് ഇവരുടെ ഈ പ്രാർത്ഥനയെ ഭംഗിയുള്ളതാക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പരിശുദ്ധ പിതാവ് കാരുണ്യവർഷം പ്രഖ്യാപിച്ചപ്പോൾ നമ്മോട് അരുൾ ചെയ്ത വാക്കുകൾ നാം ഓർക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു, നിനക്കെൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. പിതാവായ ദൈവം തന്നെ നമ്മോട് സംസാരിച്ചതാണത്. ആ കാരുണ്യവും സ്നേഹവും സാന്ത്വനവും ഓരോ ദിവസവും അനേക വ്യക്തികളിലേക്ക് പകർന്നേകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജന്മം സാർത്ഥകമാകുക. ദൈവം നൽകിയ ദാനങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, നമ്മുടെ സമയവും കഴിവും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവരിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്നവനായി മാറുക. എന്നും അവിടുത്തെ സഹനത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാനുള്ള വലിയ ഒരു കൃപാവരവും ഈ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അനുദിന ജീവിതത്തിൽ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ ഏറെയാണ്. പക്ഷേ ഒരുപാട് നല്ല മനസ്സുകളുടെ പ്രാർത്ഥന, ഒരുപാട് വ്യക്തികളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയതിനെ അതിൻ്റെ സമ്പൂർണ്ണതയിൽ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇനിയും ഒത്തിരി കുടുംബങ്ങൾ ഭവനമില്ലാതെ പെയ്തൊഴിയാത്ത കണ്ണുനീരുമായി നമ്മുടെയൊക്കെ മുമ്പിൽ കരങ്ങൾ നീട്ടുന്നില്ലേ? അവരുടെ മുമ്പിൽ എന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി, അവിടുത്തെ സമാധാനം പകർന്നേകുന്ന കരുത്തുറ്റ വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങൾ ഏകമനസ്സായി ഏറ്റെടുക്കുന്ന ഇത്തരം കാരുണ്യ പ്രവൃത്തികളുടെ വർണ്ണചിത്രങ്ങൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറെ കുളിർമ നൽകുന്നു. നിർമ്മാണം പൂർത്തിയായ 1735 ഭവനങ്ങൾ, ഇപ്പോഴും നിർമ്മാണം നടക്കുന്ന ഭവനങ്ങൾ. നന്മ ചെയ്യുക എന്ന സുവിശേഷ ദൂത് ഈ കുടുംബം ഈ വൈദികരോടൊത്ത് ഒരു മനസ്സോടെ നിർവഹിക്കുന്നു. തലചായ്ക്കാനൊരിടമില്ലാത്തവർക്ക് കാരുണ്യത്തിൻ്റെ പുത്തൻ സുവിശേഷമാകുന്നവർ, പ്രതീക്ഷയുടെ പുത്തൻ തീരങ്ങളിൽ അവരെ ചേർക്കുന്നവർ. മനുഷ്യരക്ഷയെന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന യേശുനാഥൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ, സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ കഴിഞ്ഞ സ്നേഹമില്ല എന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹം എന്തെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടി. ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, മറ്റൊരു സുവിശേഷമായി തീരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ഉപകരണമായി ഞാൻ എന്നെ കാണുന്നു. ഇന്ന് ഏതാണ്ട് 1735 നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു ഭവനം പണിതു കൊടുക്കാൻ സാധിച്ചു. അതായത് ഏതാണ്ട് 10,000-ൽ പരെ ജനങ്ങൾക്ക് തലചായ്ക്കാനൊരിടം ഉണ്ടാക്കിക്കൊടുത്തു എന്നത് അത്ര മഹത്തായ കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം നന്മ ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപകരണമായി ഞാൻ എന്നെ കാണുന്നു. എന്താണ്
ഇത്തരം പ്രവർത്തികൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ വാക്യങ്ങൾ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ദാഹജലം നൽകി. ഞാൻ പരദേശിയായിരുന്നു, ഞാൻ അനാഥനായിരുന്നു, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ എന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ വാക്യങ്ങളാണ് ഈ നന്മ ചെയ്യുവാൻ എന്നെ എന്നും ഇന്നും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി എനിക്ക് ശക്തി നൽകുന്നത് ക്രിസ്തുനാഥൻ ആ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ബലി ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ നല്ലൊരു മാതൃക എനിക്ക് കാണിച്ചു തന്നു. മറ്റൊരു ക്രിസ്തുവായി തീരുക, മറ്റുള്ളവർക്കൊരു സുവിശേഷമായി തീരുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യവും. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സ്വപ്നങ്ങൾ നൽകുന്നവർ. നിറങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നിറങ്ങൾ നൽകുന്നവർ. 4 ചുവരുകളിൽ ഇവർ തീർക്കുന്നത് വെറും ഭവനങ്ങളല്ല, കാരുണ്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ ക്രിസ്തീയ സാക്ഷ്യമാണ്. മാതാപിതാക്കൾ പകർന്നു നൽകിയ നന്മയുടെ പ്രകാശമാണ്. ഭൂഖണ്ഡങ്ങൾക്കുമപ്പുറത്തു നിന്നും പങ്കുചേരുന്ന ചില പുണ്യജീവിതങ്ങളുമായി കൈകോർത്ത് ഈ നാട്ടിൽ പുതിയ മഴവില്ലുകൾ വരയ്ക്കുന്നവർ. ക്രൈസ്തവ സ്നേഹത്തിൻ്റെ നേർചിത്രങ്ങൾ.